എല്ലാവർക്കും ആകർഷണീയമായതിലേക്ക് സ്വാഗതം. നേരത്തെ വളരെ നോക്കാം. അതായത് മനുഷ്യർ കൂടാതെ പക്ഷികളുണ്ട്, പശുവുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്, മുയലുണ്ട്, എല്ലാം നേരെ അനങ്ങളാണ്. അവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴേ അവരവിടെ നിന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെന്തിനാണ് ഈ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്നത്? ഈ കോൺഫറൻസിന് വേണ്ടി വന്നിരിക്കുന്നത് ഇതിനാണ്. കുറച്ച് പറയണം. ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും കൂടുതൽ അറിയാൻ പറ്റും. സഭയെക്കുറിച്ചും പിതാക്കന്മാരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വിശുദ്ധ ഗീതയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ പറ്റും. ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടൊക്കെ അത് കിട്ടിയോ? കുറച്ച് കിട്ടിയില്ലേ? ധാരാളം ക്ലാസ് കിട്ടി. ധാരാളം ക്ലാസ് കിട്ടി. ധാരാളം ക്ലാസ് കിട്ടി. കുറെ അച്ഛന്മാർ നമ്മൾ ക്ലാസ് എടുത്തു. സഭയിൽ ഓർത്തഡോക്സ് സഭയിൽ എങ്ങനെയാണ് ഒരു നല്ല ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? മനസ്സിലായോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെല്ലാം പ്രാർത്ഥന. ഏത് തരത്തിലുള്ള പ്രാർത്ഥനയാണ്? മാത്രം പ്രാർത്ഥിച്ചത് തരാമോ? മാത്രമേ ദിവസവും പ്രാർത്ഥിക്കും. എങ്ങനെയാണെന്ന് അറിയാം? മാത്രം പ്രാർത്ഥന ആദ്യമേ അറിയാം. കർത്താവേ, മാത്രനിത നടക്കുന്നേ കിടക്കാനത് മാത്രനിത നടക്കുന്നേ ഞാൻ കിടക്കാൻ പോകണം, കാത്തു കൊള്ളണം. അതുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അവിടെ തന്നെ അറിയിക്കുന്നു, അവിടെ കേൾക്കുന്നത് ഞാൻ ചോദിച്ചു മനസ്സിലായോ? ഏത് തരത്തിലുള്ള പ്രാർത്ഥനയെ അവിടെ ജീവിക്കുന്നു? നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥന ഏത് പ്രാർത്ഥന? ദിവസവും ചെയ്തിരുന്ന പ്രാർത്ഥന ചെല്ലണം, പണിയാൻ ചെല്ലണം. അത് കഴിഞ്ഞും ചെറിയ ചെറിയ പ്രാർത്ഥനകളുണ്ട്. ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ചെല്ലണം. ഒരു വീട്ടിൽ ദിവസവും പ്രാർത്ഥിക്കും. 3 മണിക്കൂർ TV കാണും. 15 മിനിറ്റ് പ്രാർത്ഥന. 15 മിനിറ്റ് പ്രാർത്ഥന. 3 മണിക്കൂർ അങ്ങനെയാണോ നിങ്ങളുടെ? ആണോ? അല്ലെങ്കിൽ കൊള്ളാം. നല്ല കാര്യം. നമ്മുടെ പൗരസഭയിൽ ഒന്നാം നമസ്കാരം കൈകൂപ്പി കിഴക്കോട്ട് കഴിഞ്ഞ് നിന്ന് കുരിശ് വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. അതറിയണം. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. അവസാനം ഓടാൻ ശ്രമിക്കുക.
അവർക്കറിയാമോ? അറിഞ്ഞാൽ മാത്രം പോരാ. ഇങ്ങനെ 7 നേരം പ്രാർത്ഥന ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥിക്കണം. 7 നേരം സമ്മതിച്ചാൽ മതി. 7 നേരം പിന്നെ ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ കുമ്പിടുന്നു. അതൊരു മരുന്ന്. കുമ്പിടുന്നു എന്ന് പറയുന്നത് മെഡിസിൻ, സ്പിരിച്വൽ മെഡിസിൻ. പ്രാർത്ഥിക്കുമ്പോൾ പിതാക്കന്മാരെ പറ്റി പഠിക്കാൻ വന്നതല്ലേ? പിതാക്കന്മാരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കുമ്പിട്ട്. അതുപോലെ പ്രാർത്ഥിക്കണം. പ്രയാസമല്ലേ? കുമ്പിടാൻ പ്രയാസമാണ്. പിന്നെന്താ ഇടാത്തത്? അങ്ങനെ ഒരു ഹാബിറ്റ്, ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? സംസ്കൃതം പറഞ്ഞായിരുന്നു കുമ്പിട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞിരുന്നു. BBS OBBS പറഞ്ഞിരുന്നു. അതാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്നില്ല, വേണ്ടാത്തത് പഠിപ്പിക്കും. അല്ലേ? കുരിശ് വരയ്ക്കണം, കുമ്പിടണം എന്നുള്ള കാര്യം പ്രാർത്ഥിക്കപ്പെടും, സംസ്കരിക്കപ്പെടും. ഒരു ചെറിയ സങ്കീർത്തനവും യഹോവയുടെ ഇടനാണെന്ന് ഇങ്ങോട്ടുണ്ടാകില്ല. അപ്പോൾ സങ്കീർത്തനവും ചൊല്ലി കുരിശ് വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കണം. ചെറിയൊരു പ്രാർത്ഥന. അങ്ങനെയല്ല ചെയ്യുന്നത്. പ്രാർത്ഥന ശരിയായിട്ടുള്ള പ്രാർത്ഥന മുഴുവൻ ചൊല്ലാനായിട്ട് പഠിക്കണം. നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്? പുസ്തകത്തിൽ വായിച്ചാൽ ദൈവം എങ്ങനെയായിരുന്നു പറഞ്ഞാളുണ്ട്, പ്രകൃതിയുണ്ട്, പ്രഭവമുണ്ട് ദൈവത്തിന്. അങ്ങനെ അറിയുന്നു. പിന്നെ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നു. ഇവിടെ വന്ന് ക്ലാസ് കൊടുക്കേണ്ടത് അത് ഒരു രീതി ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരും. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പഠിച്ചത് ദൈവത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെത്താൻ കുരിശ് വരച്ച് കുമ്പിട്ട് പ്രാർത്ഥിക്കപ്പെടാം. ദൈവത്തെ അറിയുന്നത് പഠിക്കുമ്പോഴും ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോഴല്ല, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. കേട്ടോ? ചിലർക്ക് പ്രാർത്ഥന ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ ക്യാമറ നന്നായിരിക്കും. ഒരു ക്യാമറയായിട്ടുള്ളത് ആരാ ക്യാമറയായിട്ട് നോക്കിയത്? ക്യാമറയായിട്ട് നോക്കിയിരുന്ന കൈവെക്കോ? എന്നാലേ പ്രാർത്ഥിക്കുമ്പോഴേ ക്യാമറയായിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റുമോ? ക്യാമറ പ്രധാനം. ഇപ്പോഴത്തെ ദൈവം ആരാന്നറിയാമോ? ക്യാമറ.
അതുപോലെ നമ്മൾ അത് പ്രതിച്ചു. മാമോദിസ എന്ന് പറഞ്ഞാൽ എന്നാ? ക്യാമറ അധികം കാത്തുകൂടി സ്വയം മാമോദിസ. മാമോദിസയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാമറ, രണ്ടാമത്തേത് കാപ്പി. രണ്ടുണ്ടെങ്കിൽ മാമോദിസ. ശരിയാണോ? ആ, ശരി. മനസ്സിലാക്കിയില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ല. അതിനാണ് പറയുന്നത്. വലിയ വലിയ ഗുണാശയാണ് വിശുദ്ധ കുർബാന, വിശുദ്ധ മാമോദിസ. ഇതൊക്കെ ആത്മീയമായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് ദൈവത്തെ അറിയുന്നതിനുള്ള മാർഗങ്ങളാണ്. നോട്ട് ത്രൂ മൈൻഡ് ബട്ട് ത്രൂ ദ സ്പിരിറ്റ്. മനസ്സിൽ കൂടെയല്ല, ആത്മാവിൽ കൂടി ദൈവത്തെ അറിയുന്നതിനുള്ള വഴികളാണ് ആരാധന, പ്രാർത്ഥന. നിങ്ങൾ 7 പ്രാവശ്യം കുരിശ് വരച്ച് കുമ്പിട്ട് യഹോവയുടെ സങ്കീർത്തനം ചൊല്ലി ശുദ്ധപ്രധാനം ചൊല്ലി കുറച്ച് നാളുകൾ ജീവിക്കുമ്പോഴേ നിങ്ങൾക്ക് തോന്നും പ്രാർത്ഥന മുഴുവൻ ചൊല്ലണം. ഇപ്പം മുഴുവൻ ചൊല്ലുന്നുണ്ട്? ഇല്ല, ചെറിയതായിട്ട് സൺഡേ സ്കൂളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയമായി നമ്മൾ വളരണമെങ്കിൽ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണമെങ്കിൽ ദിവസവും പ്രാർത്ഥിക്കണം. 7 നേരമല്ല, പൗരസ്ത്യ സഭയുടെ രീതി അനുസരിച്ച് എപ്പോഴും പ്രാർത്ഥിക്കണം. 7 നേരം പ്രാർത്ഥനയുണ്ട്. അത് കൂടാതെ ഇടവിടാതെ പ്രാർത്ഥിക്കണം. അതൊക്കെ ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കേട്ടില്ല? അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. അതിന് ഒരു ചെറിയ പ്രാർത്ഥന പൗരസ്ത്യതയിൽ പഠിപ്പിക്കും, അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കും. വെരി സിമ്പിൾ ബട്ട് വെരി ഇഫക്റ്റീവ്. കുടിയേറാസു അതാണ് അതിനേക്കാൾ വലിയ പ്രാർത്ഥനയില്ല. കുടിയേറാസു ദൈവമേ ഭാവിയായ എന്നോട് കരുണ. ചെറിയ പ്രാർത്ഥനയാണ്, എപ്പോഴും പ്രാർത്ഥിക്കും. ക്ലാസ് കഴിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ എൻ്റെ ദൈവമേ, അതൊന്നും പറയണ്ട, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണം. അപ്പോഴേ ആ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് ചിന്തിക്കേണ്ട പ്രാർത്ഥന കേട്ടില്ലേ? ലഘുവായ പ്രാർത്ഥന. അതിൻ്റെ ലഘുവായ ഭാഗമാണ് പുതിയതായ സുഹൃത്തുക്കളെ എന്നോട് കരുണ തോന്നുന്നത്. എപ്പോഴാണ്? തെറ്റിപ്പോകുമ്പോഴോ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടാകുമ്പോൾ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവികമല്ലാത്ത കാര്യങ്ങളും ചിന്തകളും നമുക്ക് വരുമ്പോൾ അതിനെ ജയിക്കാനൊരു വഴിയേ ഉള്ളൂ. എന്നാ വഴി? ഇടപെടാതെ ഉള്ളതാണ് ദൈവസം. ഇത് വലിയ പ്രാർത്ഥനയാണ്. ആണോ? ഇടപെടാതെ പ്രാർത്ഥന. എൻ്റെ ദൈവമേ എന്നുള്ള ചിന്ത തന്നെ വലിയ പ്രാർത്ഥനയാണ്. ഹിന്ദുക്കള് അത് കേട്ടിട്ടുണ്ടോ? ഹിന്ദുക്കൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സന്ധ്യയ്ക്ക് ഉറപ്പ് കൊടുത്തിരിച്ച് വലിയ പ്രാർത്ഥനയൊന്നുമില്ല.
മാറ്റി അവർക്ക് മാറ്റിക്കളയാനായിട്ടുള്ളൊരു വഴി പ്രാർത്ഥിക്കാം. ഇച്ചിരി നേരം പ്രാർത്ഥിക്കാം. കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. വീട്ടിൽ വരുമ്പോഴും ഒരു സമയത്ത് മൂലയ്ക്ക് പോയിരിക്കുന്നു ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മൾ നടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴെല്ലാം ഈ പ്രാർത്ഥന ഹൃദയത്തിലുണ്ടായിരിക്കണം. അപ്പോഴ് പഠിത്തം നന്നാകും. കറി കഴിക്കുമ്പോൾ നല്ല കറിയായിരിക്കും. എല്ലാം നല്ലതായിരിക്കും. ഇപ്പോഴേ പഠിത്തം ശരിയാവുന്നുണ്ടോ? പഠിത്തം പോകുന്നുണ്ട് ഇല്ലേ? നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ലായിരിക്കും. അമ്മ കൂട്ടാൻ നോക്കുമ്പോഴേ അരിയുമ്പോഴും കുറേ ചിന്തിക്കണ്ടോ? അരിയ കൂട്ടാൻ വെച്ചാണല്ലോ നല്ല രുചിയായി കേട്ടോ. പ്രാർത്ഥിക്കാതെ കൂട്ടാൻ വെച്ചാണല്ലോ അപ്പടി അപ്പടി ഉപ്പായി. ഇപ്പോഴും പെണ്ണുങ്ങൾക്ക് ഉപ്പൊഴിക്കാൻ അറിയാൻ വയ്യ. ഉപ്പിലിടുക, അത് ഉപ്പിലിടുക, അത് ഉപ്പൊന്ന് മാറ്റി കൂട്ടാൻ കൊണ്ടുവരുമ്പോൾ ഉപ്പിലിട്ടല്ല കൂട്ടാൻ. ഉപ്പിട്ടതല്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നില്ല? ഉപ്പൊഴിക്കുമ്പോൾ ആയുസ്സും പറഞ്ഞു ഉപ്പൊഴിക്കും. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ ചിന്ത, ദൈവമേ എന്നോട് കരുണ തോന്നുന്നു. എന്തും ചെയ്താൽ ഒരു ദിവസം കുറേ ആയുസ് എന്ന ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഓർമ്മപ്പോഴും ഉണ്ടാകണം, കളിക്കുമ്പോഴും ഉണ്ടാകണം. ഈ പ്രാർത്ഥനയുടെ പ്രയോജനം എന്താണെന്നറിയാമോ? നമ്മെ തിന്മയിൽ നിന്ന് മാറ്റി നന്മ ചെയ്യാൻ സഹായിക്കും. തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന ഹൃദയത്തിലുണ്ടായിരിക്കും. പല അനുഗ്രഹങ്ങളും ദൈവത്തിനും നമ്മുടെ പഠിത്തമൊക്കെ ശരിയാകണമെങ്കിൽ നല്ല ചിന്തകൾ നമ്മളില്ലെങ്കിൽ പഠിത്തമെല്ലാം തെറ്റും, പഠിക്കുന്നതെല്ലാം മറന്നു പോകും. അപ്പോഴേ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നത് കസാരയിലിരുന്ന് 5 മിനിറ്റ് കൊന്നുകൊടുക്കാറുണ്ട്. ഞാൻ കൊന്നത് ഞങ്ങൾ പുറത്ത് കഴിയും. ഒന്ന് ചെറിയ പ്രാർത്ഥിക്കാൻ സഹായിക്കണം. കുരിശ് വളർന്നു, കുരിശ് വരച്ച് കുരിശ് വളർന്നു തുടങ്ങും. എപ്പോഴെങ്കിലും പല സമയം 5 മിനിറ്റ് പ്രാർത്ഥിക്കണം തോന്നിയാൽ ഇത് വെച്ച് പ്രാർത്ഥിക്കണം.
നമ്മുടെ മനസ്സ് തെറ്റായ കാര്യങ്ങളുകൊണ്ട് അസ്വസ്ഥമാകുമ്പോൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ വിവിധ ചിന്തകൾ വരുമ്പോൾ മാറ്റാനൊരു വഴിയുള്ളൂ. ഇരിക്കും അവിടെ ഇരുന്ന് ഈ പന്ത് ഉപയോഗിച്ച് കുറച്ച് സമയം ദൈവത്തെ വിളിക്കണം. കുറേതായ സമയം അപ്പം ഗ്രീക്ക് കുറേ ദൈവമേ ഏഴായുസോളം കടന്നു. ഈ ചെറിയ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ജീവിതത്തിന് നല്ല ഡിസിപ്ലിൻ. கொஞ்சம் സ്റ്റുഡൻസിന് എന്താ ആവശ്യമായിരിക്കുന്നത്? നല്ല ഡിസിപ്ലിൻ. നല്ലത് ചെയ്യണം, തെറ്റുകൾ ചെയ്യണം. അത് നമ്മൾ തന്നെ ചൗക്കത്തില്ല, പ്രാർത്ഥിച്ചെങ്കിലേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മിനിറ്റ് കുറേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കും. ഇതില്ലാതെയും പ്രാർത്ഥിക്കണം. നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കുറേ നമ്മൾ കഴിയുമ്പോഴും ഇതില്ലാതെ തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഉണ്ട് ദിവസവും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരു ഗവൺമെൻറ്റിൽ നമസ്കരിച്ച് ഒരു സംഗീതത്തിൽ ചൊല്ലി ഒരു പ്രാർത്ഥന ചെല്ലണം. അത് കഴിഞ്ഞ് വളരുമ്പോൾ പ്രാർത്ഥനകൾ മുഴുവൻ ചെല്ലണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന കുടിയേരായുള്ളതാണ്. ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? കുർബാനയിൽ ഉച്ചത്തിൽ കുടിയേരായുസോ എന്നിട്ട് വസിക്കണം. അർത്ഥം മനസ്സിലാകുന്നു. അതുകൊണ്ട് ജീവിതം ശരിയാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ദൈവത്തെ അറിയണം. ഇല്ലേ? നമ്മുടെ വഴി എന്താണ്? പ്രാർത്ഥനയിൽ കൂടെ ആ വഴി കൊടുക്കും. ഞാൻ നിർത്തുക. എനിക്ക് ഓർമ്മ വരുന്നത് മുഴുവൻ ക്ലാസ് എടുക്കുന്നു. ഉണ്ട് സഭയിൽ 3 തരം പ്രാർത്ഥനകളാണ്. ഒന്ന്, എല്ലാവരും ഒരുമിച്ച് ചൊല്ലുന്ന പ്രാർത്ഥന. രണ്ടാമത് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. അത് സ്വയം പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ജീസസ് പ്രയർ, സിമ്പിൾ പ്രയർ, നമ്മുടെ ജീവിതത്തെ നേരെയാക്കാനുള്ള പ്രാർത്ഥന. ഏത് പ്രാർത്ഥന ഇഷ്ടമാണ്? അതും വേണം. അതുപോലെ ജീസസ് പ്രയർ വേണം. എന്നാൽ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ എളുപ്പമാണ്. ദൈവത്തെ അനുഭവിച്ചറിയാൻ പ്രയാസം. അത് നമ്മൾ പരിശ്രമിക്കുന്നില്ല. ദൈവത്തെ അറിയണമെങ്കിൽ പ്രാർത്ഥന. പിതാക്കന്മാരൊക്കെ ദൈവത്തെ അറിഞ്ഞത് പ്രാർത്ഥനയുണ്ട്. സ്പിരിച്വൽ ഡിസിപ്ലിൻ. ക്രമമായിട്ട് പ്രാർത്ഥിക്കണം, ക്രമമായിട്ട് ഉപവസിക്കണം, മുമ്പിട്ട് പ്രാർത്ഥിക്കണം, ക്രമമായിട്ട് കമ്പസാരിക്കണം, ക്രമമായി കുർബാന അനുഭവിക്കണം. നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിന് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഇത് ക്രമമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാകും. ജീവിത വിജയത്തിന് ആവശ്യമായിരിക്കുന്ന ഡിസിപ്ലിൻ, ശിക്ഷണം. ഞാൻ ചോദിക്കട്ടെ, കാർ ഓടിക്കാൻ ഞാൻ പഠിച്ചു, പക്ഷേ തോന്നുന്നത് പോലെ കാർ ഓടിക്കാനുണ്ടോ? ഉണ്ടോ? അതൊരു ഡിസിപ്ലിൻ ഉണ്ട്.
അത് പാലിക്കാതെ ഞാൻ കാർ ഓടിച്ചാൽ ഞാനും ചാകും, മറ്റുള്ളവരെയും ഇല്ലേ? അത് തന്നെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ലൈക്ക് ഡ്രൈവിംഗ് എ കാർ നീഡ്സ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ആവശ്യം. ആ ഡിസിപ്ലിൻ വെറുതെ കിട്ടത്തില്ല. ട്രയൽ ഡിസിപ്ലിൻ ശിക്ഷണം പൂർണ്ണമുള്ളവരാണ്. പിന്നെ ആരൊന്ന് പറഞ്ഞില്ല, നമുക്ക് തന്നെ ഓരോരുത്തർക്കും നല്ലതേത് അഴുക്കേത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു ചോദ്യമുണ്ട്, നല്ലതേത്, തിന്മയേത്, നന്മയേത്. നമ്മൾ പലപ്പോഴും ഈ കാര്യം ഓർക്കാതായിട്ടാണ് ചെയ്യുന്നത്. തിന്മയാണ് നല്ലതെന്ന് ചെയ്തു കഴിയുമ്പോൾ ഓർക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഈ രണ്ട് ചിന്തകളും വരും, നന്മയും തിന്മയും. നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ചത്. അങ്ങനെ അത് വീണ്ടും എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ. പരിശുദ്ധാത്മാവ് എവിടെ ആവശ്യിക്കുന്നത്? എവിടെ? മാമോദിസയിലൂടെ നമ്മളൊക്കെ ദൈവത്തിൻ്റെ ആലയമായി തീർന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. എന്തിനാണെന്നറിയാമോ? വേറെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് ടു ഗൈഡ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്ന് മനസ്സിലാക്കി തന്ന് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരും കയറും. പക്ഷേ രണ്ടിനെയും തിരിച്ചറിയുവാനുള്ള ഒരു ബോധം, നന്മയും തന്മയും തിരിച്ചറിയുവാനുള്ള പൈശാചിക ശക്തിയും ആത്മാവിന്റെ ശക്തിയും തിരിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥനയിലൂടെ നൽകുന്നു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ദൈവമേ, സത്യത്തിലും നീതിയിലും എന്നെ വഴി നിർത്തുന്നു. കണ്ടോ, ഞാൻ നിർത്തുക. വളരെ ഞാനും തരണം. അതേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ചെറുതായിട്ടല്ല, നല്ല ഡിസിപ്ലിനായിട്ട് ജീവിക്കാൻ കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവമേ നമ്മുടെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കളിക്കുമ്പോഴും ഓടുമ്പോഴും എഴുതുമ്പോഴും പഠിക്കുമ്പോഴും ഓർക്കുമ്പോഴും എല്ലാം ദൈവമേ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവം അങ്ങനെ നന്മയിലേക്ക് നയിക്കും. നല്ലതായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? എങ്ങനെ സാധിക്കുന്നത്? നമ്മൾ തന്നെ വിചാരിച്ചാൽ സാധിക്കുന്നു? ഇല്ല. നമുക്ക് സഹായം ആവശ്യമുണ്ട്. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നത്, നമ്മെ സഹായിക്കാൻ. എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതുണ്ടാകും. ഞാൻ നിർത്തുകയാണ്. എനിക്ക് സംശയം വല്ലതുണ്ടെങ്കിൽ ചോദിക്കും. സംശയം വല്ലതുണ്ട്? എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ചോദിക്കാം. ഈ പന്തം വായിച്ചിട്ട് നല്ലപോലും അടുത്തിൽ ചോദിച്ചോളണം. പ്രാർത്ഥിക്കാം. സിന്ധു ദൈവമേ, പ്രാർത്ഥിക്കുക എന്നെ വഴി നടത്തണം. കാരണം തോന്നുന്നു ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിലാകും. ഈ ലോകത്തിൽ നന്മയുണ്ടും തിന്മയുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഏത് വഴിയാണ്? ജീവിക്കുന്നത് ഏത് വഴിയാണ്? നന്മയുടെ വഴി. അത് പരിശുദ്ധാത്മാവ് കാണിച്ചിട്ട് അതൊക്കെ
ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമാണ്. ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരാഴ്ച നമ്മൾ വൈദിക സെമിനാരിയുടെ അങ്കണത്തിൽ പുറത്തൊന്നും പോകാതെ അവിടുത്തെ ആ വായു ശ്വസിച്ച് ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് നല്ല ക്ലാസ്സുകൾ കേട്ട് ആസ്വദിച്ച് ജീവിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വളരെ വിഭിന്നമായി നമുക്കൊരു പുതിയ ആസ്വാദനത്തിൻ്റെ ദിവസമായിരുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഞാൻ തിരുമേനിയുടെ അടുത്ത് വന്നിരുന്ന വല്ലതൊക്കെ പറയുകയും അത് കേൾക്കുകയും തിരുമേനിയോട് ചോദിക്കുകയും സംവാദം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി ആധ്യാത്മിക അറിവുകൾ തിരുമേനി പറയുന്നതല്ല പുസ്തകം വായിച്ച് മാത്രമല്ല, ജീവിത അനുഭവങ്ങളിൽ കൂടിയുള്ള സത്യങ്ങളാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. തിരുമേനി നിങ്ങൾക്കറിയാം, തിരുമേനിക്ക് ഒരു കാലത്ത് രോഗമുണ്ടായിരുന്നു. ആ രോഗത്തിൽ നിന്നുള്ളതായ വിടുതൽ ലഭിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ഈ മലയുടെ മുകളിൽ ഈ ദേറ ഇന്ന് അനേകർ ആശ്വാസം നൽകുന്ന ഒരു വലിയ ദേറായി മാറിക്കഴിഞ്ഞു. കാരണം തിരുമേനിയുടെ ആധ്യാത്മികത വരുന്നവരോട് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കണം എന്നുള്ളത്. തിരുമേനിയുടെ കയ്യിലിരിക്കുന്ന പൊന്ത എന്നിട്ട് തരുന്നത് നിങ്ങളത് കൊണ്ടുപോകണം. തിരുമേനി പറഞ്ഞിട്ടുണ്ട്, അത് പഠിപ്പിച്ചു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ദിവസവും ഞാൻ ആഗ്രഹിച്ചതാണ് വൈദിക സെമിനാരിയിലെ പ്രാർത്ഥന കൂടാതെ ഇവിടുത്തെ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത തിരുമേനിയുടെ ജീസസ് പ്രേയർ. ഇത് വളരെ ഇംപ്രസീവായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വഴി നടത്തിയത്. തിരുമേനിയുടെ ഈ ജീസസ് പ്രേയർ, അതുപോലെ ആ കൊന്ത ഉപയോഗിക്കുന്ന രീതികൾ, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് വലിയ ഒരു വഴികാട്ടിയായിരിക്കും, ആശ്വാസമായിരിക്കും. മനപ്രയാസം ഉണ്ടാകുമ്പോൾ ഉടനെ കൂട്ടായ്മ യോഗങ്ങളിലും കൈകൊട്ടുപാട്ടുകൾക്കും പോകേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷമായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ട രീതി തിരുമേനി നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ സഭയിലുണ്ട് ആധ്യാത്മികതയുടെ വലിയ വ്യതിയാനം തീർച്ചയായും. പക്ഷെ നമ്മളത് കാണുന്നില്ല. നമ്മൾ മറ്റേതോ വഴികളിൽ കൂടി ഓടി നടക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. തിരുമേനി പറഞ്ഞു പൗരസ്ത്യ ആരാധനയുടെ രീതികളും നമ്മുടെ വിശ്വാസവും എല്ലാം തിരുമേനി നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് വലിയൊരു അനുഭവമായിട്ട് കാണുന്നു. നാളെ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിൻ്റെ അവസാനം കണക്ക് കൂട്ടി അവസാനം ടോട്ടൽ കൂട്ടുന്നവരുണ്ട്. ആ ടോട്ടൽ കൂട്ടി വെക്കുന്ന ജാരി ചെയ്ത ഒരു കണക്കിൻ്റെ ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സന്തോഷമല്ലായിരുന്നു നിങ്ങൾക്ക്, വലിയൊരു അനുഭവമല്ലായിരുന്നു ഇത്. അതെ, തിരുമേനിയുടെ കൂടെയുള്ള ഈ ദിവസം നിങ്ങൾ മറക്കരുത്. തിരുമേനിയുടെ കൂടെ നിങ്ങളൊരു ഫോട്ടോ നിങ്ങൾ എടുക്കണം. അതൊക്കെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കാനുള്ളതാണ്. പ്രത്യേകമായിരിക്കുന്ന നന്ദിയുണ്ട്. ഇന്ന് തിരുമേനി നമുക്ക് ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ തിരുമേനിയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് വളരെ ആഗ്രഹിച്ചുവെങ്കിലും തിരുമേനി തരുന്ന കഞ്ഞിയായാലും കട്ടൻ ചായ ആയാലും അത് അമൃതമായിട്ട് അത് നമുക്കത് കഴിക്കണം. അത് തിരുമേനിയുടെ കൂടെ ഇരുന്ന് കഴിക്കണം. കാരണം അത് അതിവിശുദ്ധമാണ്. തിരുമേനി വിശുദ്ധമായി ജീവിതം നയിക്കുന്ന ഒരു പിതാവാണ്. അങ്ങനെ ഒരു പിതാവ് നമുക്കുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്, ദൈവത്തിൻ്റെ വലിയൊരു വലുതാനമാണ്. തിരുമേനിയുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നത് ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് സന്തോഷവും നന്ദിയുണ്ടെന്ന് ഞാൻ തിരുമേനിയുടെ ഇഷ്ട സമയം ചെലവഴിച്ചത്. തിരുമേനി എൻ്റെ പള്ളിയിലെ ഒരു ശവസംസ്കാരത്തിൽ കൂടി വന്നിരുന്നു. സെമിനാരി ക്ലാസ് കഴിഞ്ഞ് ശവസംസ്കാരത്തിൽ നടത്തിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നേരം ഇരുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട വൈദിക രക്ഷയോടും സന്യാസിമാരോടും എല്ലാവരോടും കൊണ്ടതായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. തിരുമേനിയുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ തിരുമേനിയോട് പറയണം, തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, തിരുമേനി കൊണ്ടാണിരുന്നു ഞങ്ങൾക്ക് ഓർക്കണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ തിരുമേനി എന്തെങ്കിലും സംശയം ചോദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോ? അതെന്താ ചോദിക്കാതെ പോയത്?
സംശയമുണ്ടോ തിരുമേനി ചോദിച്ചിട്ട് അവർക്ക് ഒരു സംശയമില്ലാതെ പോയി. തിരുമേനി പ്രാർത്ഥിച്ച് കൊടുത്താൽ മതി, അത് അവർക്ക് അനുഗ്രഹം അവർ പറയുന്നത്. തിരുമേനി കൊടുക്കുന്നതാണ് അവർക്ക് വലിയ സമ്മാനം, അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്നാണ് പറയുന്നത്. തിരുമേനിക്ക് ഒത്തിരി നന്ദി നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നു. ഇതിനുള്ള എല്ലാവരെയും രണ്ട് തരത്തിലുള്ള ദിവസമാണ് കൈവയ്ക്കുന്നില്ല. പള്ളിയിൽ തന്നെ ആശ്രമം സഭയുടെ ആത്മീയ വളർച്ചയുടെ പ്രതീകമാണ് ആശ്രമങ്ങൾ. അത് ആശ്രമ ജീവിതത്തിന് താല്പര്യമുള്ളവർ ഇവരെ പ്രാർത്ഥിച്ചു വരുന്നു. കോട്ടയത്ത് ആശ്രമം ഉണ്ടായിരുന്നു. ഈ ആശ്രമം ഉണ്ടായത് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് വേണ്ടി സന്ദർശിക്കുന്ന കോൺവെന്റ് പോലെ 19 പ്രാന്താളികൾ തുടങ്ങിയിരുന്നു. അങ്ങനെ നിങ്ങൾ പോകുന്ന ഡയസിലെല്ലാം ആശ്രമങ്ങളും മഠങ്ങളൊക്കെ കാണും. അവിടെ ചേർന്ന് ദൈവത്തിന് വേണ്ടി ആയുഷ് പകരുന്നത് ജീവിക്കുന്നത് എല്ലാവരും ഇല്ല, എല്ലാവരും അത് താല്പര്യമുള്ളത് മാത്രം. ദൈവം അത് വെളിപ്പെടുത്തി വിളിക്കുന്നെങ്കിൽ മാത്രം അങ്ങനെയുള്ള ജീവിതത്തിൽ പോകണം. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ഭൗതികമായ വളർച്ചയല്ല, ആത്മീയമായ വളർച്ചയാണ്. അതിൻ്റെ ഒരു അടയാളമാണ് സന്യാസപ്രസം. ആ ചക്രങ്ങളുടെ വീട് ഓരോരുത്തർ വന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇത് മകൻ അറിയണം. പിന്നെ നന്നായിട്ട് പറയണം, നന്നായിട്ട് പറയണം. പേരൻസിനോട് പറയണം, വായിച്ചു തരാൻ പറയണം. ക്രിസ്ത്യൻ നെയിം പറയണം. മാമോദിസ പേര് പറയണം. മാമോദിസ പേര് ഈശോ യോസേപ്പ്. മത്തായി. യോസേപ്പ്. ഇതെൻ്റെ അവസ്ഥ പേര് യോസേപ്പ്. യോസേപ്പ് ബാക്കിയുള്ളവരെന്തേ അത് എഴുന്നേറ്റ് പോ. ഓരോരുത്തരുടെ ലൈനായിട്ട് വന്നേ, ലൈനായിട്ട് നിന്നേ. മാമോദിസ പേര് പറയണം. അത് പറഞ്ഞല്ലേ ചോദിക്കട്ടെ. ഈ വർഗീസ്, ഈ വർഗീസ് ഫിലിപ്പോസ് നിങ്ങളുടെ മാമോദിസ പേര് മറന്നു പോകുന്നില്ല. കുർബാനയ്ക്ക് പേരെഴുതി കൊടുക്കുമ്പോഴേ മാമോദിസ പേരെ കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് UAE-യിൽ കുർബാനയ്ക്ക് ഇത് വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും. മതി ശരി.
എല്ലാം മറിയന്മാരെ. എലിസബത്ത് ഉറക്കപ്പെട മക്കളെ. കാതലിക് സെയിന്റ്. മോനെ സൈറ മോന സെക്കൻഡ് ഇയർ. മക്കളെല്ലാവരും വന്നേ. മക്കളെല്ലാവരും കൂടെ ആരാ ഫോട്ടോ എടുക്കുന്നത്? ലൈനായിട്ട് പോകണം. ലൈനായിട്ട് അവരുടെ പുസ്തകം എടുത്ത് ലൈനായിട്ട് പോകണം. കൂടി പിടിച്ച് പോകരുത്. ഇങ്ങനെയാണോ ലൈനായിട്ട് പോകുന്നത്? വാദനായിരുന്നു. അപ്പ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് വിളിക്കാമെന്ന്.